ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 28 മുതലുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ഈശോ ഒരു കഥ പറയുന്നുണ്ട്. 2 മക്കളുള്ള ഒരു പിതാവിൻ്റെ കഥ. ഒന്നാമനോട് അപ്പൻ ചോദിക്കുന്നുണ്ട്, മുന്തിരിത്തോട്ടത്തിൽ ജോലിക്ക് പോകാമോ എന്ന്. അവൻ പോകാമെന്ന് പറഞ്ഞിട്ടും പോകാതിരിക്കുന്നു. രണ്ടാമൻ്റെ അടുത്ത് പോയി ഇതേ ചോദ്യം ആവർത്തിക്കുന്നു. അവൻ പോകില്ല എന്ന് പറഞ്ഞിട്ടും അവൻ പക്ഷേ പോകുന്നുണ്ട്. ഈശോ തന്നെ കേൾക്കാൻ കൂടിയിരിക്കുന്ന അവരോട് ചോദിക്കുന്നുണ്ട്, ഇതിൽ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് ആരാണെന്ന്. അപ്പോൾ അവർ മറുപടി പറയുന്ന ഒരു കാര്യമുണ്ട്, പോകില്ല എന്ന് പറഞ്ഞിട്ടും പോയ ആ രണ്ടാമനാണ് അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റിയതെന്ന്. ഇത് കഴിഞ്ഞ് ഈശോ അവരോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, പക്ഷേ നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്ന്. പലപ്പോഴും നമ്മളോടും കർത്താവ് ഇതേ ചോദ്യം ആവർത്തിക്കാൻ ഇടയുണ്ട്. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, നമ്മളെപ്പറ്റി നല്ലത് പറയുന്നവർ, നമ്മളെ ചിലപ്പോൾ സുഖിപ്പിച്ച് പറയുന്നവർ, നമ്മുടെ മുഖസ്തുതി പറയുന്നവർ, അവർ നമ്മുടെ പക്ഷത്താണ്, അവർ നല്ലവരാണെന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്. എന്നാൽ മുഖത്ത് നോക്കി കാര്യം പറയുന്നവരെ നമ്മളിങ്ങനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യണം. നമ്മളൊന്നു മാത്രം ചിന്തിച്ചാൽ മതിയാകും. നീതിയുടെ മാർഗത്തിലൂടെ നമ്മളെ സമീപിക്കുന്നവരാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സമീപിക്കുന്നവരാണോ, നമ്മൾ ആരുടെ പക്ഷത്താണ്, അല്ലെങ്കിൽ ആരിലേക്കാണ് നമുക്ക് കൂടുതൽ ചായ്വുണ്ടാകുന്നത് എന്ന്. ഈശോ സുവിശേഷത്തിൻ്റെ അവസാനം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും ആദ്യം സ്വർഗരാജ്യത്തിൽ എത്തുക എന്നത്. അപ്പം നമുക്കും ഒന്ന് ചിന്തിക്കാം, നമ്മൾ മാറ്റി നിർത്തുന്നവർ, അല്ലെങ്കിൽ നമ്മൾ തഴഞ്ഞിരിക്കുന്നവർ, മാർജിൻ ചെയ്ത് വെച്ചിരിക്കുന്നവരൊക്കെ ആയിരിക്കാം ചിലപ്പം മിടുക്കരെന്ന് കരുതുന്ന നമ്മളെക്കാലോ, അല്ലെ നമ്മൾ ചിന്തിക്കുന്ന ശ്രേഷ്ഠരെന്ന് കരുതുന്നവരെക്കാളും മുമ്പേ ദൈവത്തിന് സ്വീകാര്യരാകുന്നത് എന്ന്. അപ്പം അതുകൊണ്ട് നമുക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ മുമ്പിൽ തിരസ്കരിക്കപ്പെടാതെ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.